നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് എന്താണ് വെൽഡിംഗ്, ഏതൊക്കെ തരത്തിലുള്ള വെൽഡിങ്ങുകളാണുള്ളത്, അതിനെ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ്. എന്താണ് വെൽഡിംഗ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ, വെൽഡിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ജോയിനിങ് മെറ്റൽസ് പെർമനൻ്റ്ലി ബൈ ഹീറ്റിംഗ് ദം ടു സ്യൂട്ടബിൾ ടെമ്പറേച്ചർ വിത്ത് ഓർ വിത്തൗട്ട് ദ അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ആൻഡ് അഡീഷൻ ഓഫ് ഫില്ലർ മെറ്റീരിയൽ. അതായത് മെറ്റൽസിനെ പെർമനൻ്റ്ലി ജോയിൻ ചെയ്യുന്നതിനെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. പെർമനൻ്റ്ലി ജോയിൻ ചെയ്യുന്നതെല്ലാം വെൽഡിംഗ് അല്ല. ഇവിടെ ഹീറ്റ് ഉപയോഗിച്ചാണ് ജോയിൻ ചെയ്യുന്നത്. പ്രഷർ അപ്ലൈ ചെയ്യാം, ചെയ്യാതിരിക്കാം. അതുപോലെ ഒരു എക്സ്ട്രാ ഫില്ലർ മെറ്റീരിയൽ ആഡ് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇതാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെൽഡിങ്ങിൻ്റെ ഒരു കോമൺ ഡെഫിനിഷനാണ്. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരും. അതിൽ ഓരോന്നിലുമാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ടോ, പ്രഷർ അപ്ലൈ ചെയ്യുന്നില്ലേ, ഫില്ലർ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നുണ്ടോ, ഫില്ലർ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നില്ലേ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കോമൺ ഡെഫിനിഷൻ പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാന ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രൈമറി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഫ്യൂഷൻ വെൽഡിങ്ങും രണ്ട് നോൺ ഫ്യൂഷൻ വെൽഡിങ്ങുമാണ്. ഇതിൽ ഫ്യൂഷൻ വെൽഡിങ്ങിൽ വിത്തൗട്ട് പ്രഷറുണ്ട്, വിത്ത് പ്രഷറുണ്ട്. അതായത് ഫ്യൂഷൻ വെൽഡിംഗ് വിത്തൗട്ട് പ്രഷർ, ഫ്യൂഷൻ വെൽഡിംഗ് വിത്ത് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ഫ്യൂഷൻ വെൽഡിംഗ് വിത്തൗട്ട് പ്രഷർ. ഈ മെത്തേഡിൽ നമുക്ക് ഒരേപോലെയുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്തമായോ മെറ്റൽസ് കൂട്ടിച്ചേർക്കാൻ കഴിയും. ഇതിൻ്റെ പേര് പോലെ തന്നെ ഫ്യൂഷനാണ് അല്ലേ. ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെറ്റൽ പീസുകളും അതിൻ്റെ എഡ്ജസ് ഉരുകി ചേരുകയാണ് ചെയ്യുന്നത്. മെൽറ്റിംഗ് ആൻഡ് ഫ്യൂസിംഗ് ആണ് നടക്കുന്നത്. ഇതിൽ ഫില്ലർ മെറ്റീരിയൽ ആഡ് ചെയ്യാം, ചെയ്യാതിരിക്കാം. അത് വെൽഡിംഗ് പ്രോസസ്സ് അനുസരിച്ച് മാറും. പക്ഷേ ഒരിക്കലും പ്രഷർ അപ്ലൈ ചെയ്യുന്നില്ല. അതാണ് ഫ്യൂഷൻ വെൽഡിംഗ് വിത്തൗട്ട് പ്രഷർ. അടുത്തത് പ്രഷർ വെൽഡിംഗ് ആണ്. അതായത് ഫ്യൂഷൻ വെൽഡിംഗ് തന്നെയാണ്, അതിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ഇവിടെ ഒരേപോലെയുള്ള മെറ്റൽസ് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ മെറ്റൽസ് ഉരുകി മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറുന്നില്ല, പകരം പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക്, അതായത് പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റിലേക്കാണ് മാറുന്നത്. എന്നിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത്, അതായത് പ്രസ് ചെയ്ത്, ഫില്ലർ മെറ്റൽ ഉപയോഗിക്കാതെ പ്രഷർ കൊണ്ട് അമർത്തി ആണ് മെറ്റൽസ് ജോയിൻ ആവുന്നത്. അതാണ് പ്രഷർ വെൽഡിങ്ങിൻ്റെ പ്രത്യേകത. ഇതിനെ പ്ലാസ്റ്റിക് വെൽഡിംഗ് എന്നും പറയാറുണ്ട്. കാരണം മെറ്റൽസ് ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്കാണ്, അതായത് പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റിലേക്കാണ് മാറ്റുന്നത്. അതിനുശേഷം പ്രസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഹാമറിങ് എന്നൊക്കെ പറയും, ഇത് നടക്കുന്നത്. അടുത്തത് നോൺ ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. നോൺ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നേരത്തെ പോലെ ഇതിൻ്റെ രണ്ട് എഡ്ജുകൾ ഉരുകി ചേരുന്നില്ല. ഇവിടെ ഒരേപോലെയുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്തമായോ മെറ്റൽസ് ഉരുകിച്ചേരാതെ പകരം ഒരു ഫില്ലർ മെറ്റൽ മാത്രം ഉരുകിച്ചേർന്ന് ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫില്ലർ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ഈ പറയുന്ന മെറ്റൽസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനേക്കാളും താഴെയായിരിക്കും. ഇവിടെയും പ്രഷർ അപ്ലൈ ചെയ്യുന്നില്ല. അതാണ് നോൺ ഫ്യൂഷൻ വെൽഡിംഗ്. നമ്മൾ പറഞ്ഞു വെൽഡിംഗ് നടക്കുന്നത് ഹീറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ ആ ഹീറ്റിൻ്റെ സോഴ്സ് അനുസരിച്ച് വളരെ വിശദമായ ഒരു ക്ലാസിഫിക്കേഷൻ വെൽഡിങ്ങിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സോഴ്സ് ഓഫ് ഹീറ്റ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഇലക്ട്രിക്കൽ വെൽഡിംഗ് പ്രോസസ്സുകളാണ്. അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഹീറ്റ് ഉണ്ടാക്കി വെൽഡ് ചെയ്യുന്ന എല്ലാ തരം പ്രോസസ്സുകളും വരുന്നതാണ് ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സ്. അത്തരത്തിലുള്ള എല്ലാം ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ ഗ്യാസ് ഫ്ലെയിം ഉപയോഗിച്ച്, പലതരത്തിലുള്ള ഗ്യാസ് ഫ്ലെയിമുകളാവാം, അതെല്ലാം വരുന്നത് ഈ ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. ഇനി ഇലക്ട്രിസിറ്റിയും അല്ല ഗ്യാസ് ഫ്ലെയിമും അല്ലാതെ നടക്കുന്ന തരത്തിലുള്ള വെൽഡിംഗ് പ്രോസസ്സുകളൊക്കെ മൂന്നാമത്തെ വിഭാഗത്തിലാണ് വരുന്നത്, അതർ വെൽഡിംഗ് പ്രോസസ്സസ്. അതായത് തെർമിറ്റ് വെൽഡിംഗ്, ഫോർജ് വെൽഡിംഗ്, ഫ്രിക്ഷൻ വെൽഡിംഗ്, അൾട്രാസോണിക് വെൽഡിംഗ്, ഇതെല്ലാം വരുന്നത് അതർ വെൽഡിംഗ് പ്രോസസ്സിലാണ്. ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് വരുന്നുണ്ട്. അതായത് മെറ്റാലിക് ആർക്ക്, കാർബൺ ആർക്ക്, അങ്ങനെ പലതരത്തിലുള്ള ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങുകൾ. അതുപോലെ തന്നെ ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിങ്, അതായത് സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, ബഡ് വെൽഡിംഗ് എന്നൊക്കെ പറയുന്ന ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ്, ഇതെല്ലാം ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സ് വിഭാഗത്തിലാണ് വരുന്നത്. കാരണം ഇതിനെല്ലാം ഇലക്ട്രിസിറ്റിയാണ് ഹീറ്റ് സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഗ്യാസ് ഫ്ലെയിം ഉപയോഗിച്ച് ചെയ്യുന്നതെല്ലാം
അതായത് ഓക്സി അസിറ്റിലീൻ, ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് വെൽഡിംഗ്, ഓക്സി കോൾ ഗ്യാസ്, എയർ അസിറ്റിലീൻ ഗ്യാസ് വെൽഡിംഗ് മുതലായവ എല്ലാം ഈ ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും തരത്തിൽ വൈഡായിട്ടാണ് ഇതിന് ക്ലാസിഫിക്കേഷൻ കിടക്കുന്നത്. ഈ ഇത്രയും പേരുകൾ കേട്ട് നമ്മളിപ്പോൾ ഒന്നും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അതിന് ഓരോന്നും നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ ഓരോന്നും നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഓക്കെ.